കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് വയനാടും റായ്ബറേലിയും. രണ്ടിടത്തെയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമാണ് മണ്ഡലങ്ങൾ ശ്രദ്ധ നേടാൻ കാരണമായതും. വയനാട്ടിലും റായ്ബറേലിയിലും കോൺഗ്രസിനു വേണ്ടി മത്സരിക്കുന്ന രാഹുലിന് രണ്ടിടത്തും വിജയം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം രണ്ടും കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങൾ തന്നെയാണ്. രണ്ട് മണ്ഡലത്തിലും ജയിച്ചാൽ ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമേ MP ആയി തുടരാൻ സാധിക്കൂ. അതിനാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് രാഹുൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേന്ദ്ര നേതാക്കൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉത്തരമേഖലയ്ക്കാണ്. അതിനാൽ വയനാട് മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെച്ച് റായ്ബറേലിയിൽ MP ആയി തുടരാനാകും തീരുമാനം. കാരണം റായ്ബറേലി ഇന്ദിരാഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലമായിരുന്നു. ആ മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാനേ കോൺഗ്രസ് ശ്രമിക്കൂ. അതിനാൽ വയനാട് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ കൊഴുക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായിട്ട് അധികം നാളായിട്ടില്ല. മുൻപ് ഈ മണ്ഡലം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം പുതുതായി രൂപപ്പെട്ടതാണ് വയനാട്. രൂപീകൃതമായ ശേഷം ഈ മണ്ഡലം എന്നും കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേഠിക്കൊപ്പം ഈ മണ്ഡലവും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തിരഞ്ഞെടുത്തത്. 2019 തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ തോറ്റെങ്കിലും വയനാട്ടിൽ നിന്ന് 4 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അദ്ദേഹം ജയിക്കുകയായിരുന്നു. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എളുപ്പത്തിൽ ജയിക്കാവുന്ന മണ്ഡലം കൂടിയാണ് വയനാട്. മുസ്ലിം ലീഗും ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനാണ് സാധ്യതകളേറെ. അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ നറുക്കുവീഴാൻ സാധ്യതയേറെയാണ്. ഇക്കുറി അമേഠിയിലോ റായ്ബറേലിയിലോ പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമായിരുന്നിട്ടും അവർ ഇവിടെയൊന്നും മത്സരിക്കാതെ പ്രചാരണത്തിൽ സജീവമാവുകയായിരുന്നു. അത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മത്സരിക്കാനാണെന്ന് കരുതുന്നവർ കുറവല്ല. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന പക്ഷം വലിയ വിയർപ്പൊന്നും ഒഴുക്കാതെ പാർലമെന്റിൽ കടന്നുകൂടാനും പറ്റും. വയനാട് ഉപേക്ഷിച്ചെന്ന പരാതിയും വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് രാഹുലിന് കേൾക്കേണ്ടിയും വരില്ല. ഒരുപോലെ അമ്മയ്ക്കും മകനും സഹോദരിക്കും MP ആയിരിക്കുകയും ചെയ്യാം. ഇനി അതല്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പകരം ഇവിടെ നിന്ന് ഒരാളെ കോൺഗ്രസിന് കണ്ടെത്തേണ്ടി വരും. മുസ്ലിം സമുദായങ്ങൾ കൂടുതലുള്ള മണ്ഡലമെന്ന നിലയിൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരാളായിരിക്കും മത്സരിക്കാൻ സാധ്യത. കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൗക്കത്ത്, MM ഹസൻ എന്നിവരുടെ പേരുകളാണ് ആ നിലയിൽ വയനാട്ടിൽ ഉയർന്നു വരുന്നത്. രാഹുൽ ഗാന്ധി ഈ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഹസനാണ് സ്ഥാനാർത്ഥിയെന്നാണ് പറഞ്ഞുകേട്ടത്. ഹസന്റെ പ്രായം ഒരു പ്രശ്നമാണ്. ഹസൻ സ്ഥാനാർത്ഥിയായി വന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉയർന്നു വരാൻ സാധ്യതയുമുണ്ട്. അതിനാൽ ചെറുപ്പം മുൻനിർത്തി ആര്യാടൻ ഷൗക്കത്ത് അവസാന നിമിഷം വയനാട്ടിൽ എത്തുമെന്ന് ചിന്തിക്കുന്നവരാണേറെ. അല്ലെങ്കിൽ പ്രിയങ്ക തന്നെയാവും. കാത്തിരുന്നു കാണാം വയനാട്ടിൽ പ്രിയങ്കയോ ആര്യാടൻ ഷൗക്കത്തോ എന്നത്.